ഈ ചിരിച്ച് നിൽക്കുന്നത് എൻ്റെ അമ്മയും അമ്മായിമ്മയും പിന്നെ ഞാനുമാണ് കേട്ടോ. നമ്മളുള്ളത് ലക്ഷദ്വീപിലാണ്. അപ്പം നമ്മുടെ ഡേ 2 ആണ് കേട്ടോ ലക്ഷദ്വീപിൽ. ഇവിടെ ഇങ്ങനെ ചിരിച്ചിട്ടുണ്ടെങ്കിലും ഉള്ളിൽ നല്ല പേടിയുണ്ട്. പോട്ട് അടുവ പേടിച്ച് വരച്ച് അവർ നിൽക്കുന്നത്. പിന്നെ ഗൈസ് ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് വ്യൂ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലക്ഷദ്വീപ് ട്രാവൽ വ്ലോഗ് എപ്പിസോഡ് 6. നമ്മളുള്ള ഡേ 2 ആണ് കേട്ടോ. ഡേ 2 സ്റ്റാർട്ടഡ് ജസ്റ്റ് നൗ. ഇന്നത്തെ ദിവസം മൊത്തം ബോട്ടിലാണ് കേട്ടോ. നിയർ ബൈ ഐലൻഡ്സിലൊക്കെ സൈറ്റ് സീയിങ് ആയിട്ട് നമ്മൾ എണീറ്റു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നല്ല ലക്ഷദ്വീപിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ നമ്മുടെ ബോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബോട്ടിന് മുന്നിൽ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ ബോട്ടിൽ കയറി. നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബോട്ടാണ്. ഇതിൽ നമ്മളും ബോട്ട് ഓടിക്കുന്നവരും നമ്മുടെ ഗൈഡും മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ അഗത്തിയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അഗത്തിയിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ബോട്ട് എടുത്തു. അപ്പോൾ ഞാൻ അങ്ങനെ ടൈറ്റാനിക് പോസൊക്കെ ചെയ്തു. നമ്മൾ ബോട്ടിൽ പോകുന്നു. അച്ഛാ എന്തിനാ കണ്ടത്? അങ്ങനെ ബോട്ടിൽ ആദ്യം കയറിയപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു ഇനി എന്താ കാണാൻ പോണേന്ന്. അഗത്തി കോസ്റ്റ് നിന്ന് വിട്ട് കുറച്ചങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ കൂടെ ലൈഫ് ജാക്കറ്റൊക്കെ ഊരാനുള്ള പെർമിഷൻ തന്നു. ബോട്ടിൻ്റെ പുറത്ത് ഞങ്ങൾ ഫോട്ടോഷൂട്ടിലാണ്. ഈ ബോട്ടിൻ്റെ ഉള്ള സീൻ ഇതായിരുന്നു കേട്ടോ. പാരൻസ് നല്ല എക്സൈറ്റഡ് ആയിരുന്നു അവർ. പക്ഷേ അവർക്ക് ഞങ്ങളുടെ പോലെ തുള്ളിച്ചാടി ബോട്ടിൽ കളിക്കാൻ വയ്യാത്തതുകൊണ്ട് അവർ കുറച്ച് നേരമൊക്കെ അടങ്ങി ഒതുങ്ങിയിരുന്നു. ഇതേ നമ്മുടെ ലൈഫ് ജാക്കറ്റൊക്കെ അവിടെ സൈഡിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടോ. ഇനി ഗൈസ്, ഈ നെക്സ്റ്റ് കാണുന്ന സീനൊന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കട്ടോ. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. നമ്മളുണ്ടല്ലോ ബോട്ടിൻ്റെ എഡ്ജിൽ ഇരുന്നിട്ട് കാല് താഴേക്കായിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ സേഫാണോ എന്ന് ചോദിച്ചാൽ അവർ സേഫാണ്, ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. അവിടെ നോക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ആ തിരയൊക്കെ വന്ന് കാലിൽ തട്ടുന്നു ബോട്ട് നീങ്ങുന്നതിനനുസരിച്ചിട്ട്. എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് സൈഡിൽ നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ചേട്ടനെ കണ്ടു. പിന്നെ അത് ഇവിടെ ഫിഷ് ചെയ്യാനായിട്ട് മറ്റേ ചൂണ്ടയുടെ ഇത് കോർത്ത് ഇട്ടിട്ടുണ്ട്, താഴേക്കിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ കൊത്തുവന്നു. മോള് ഭയങ്കര മീനെ പിടിക്കാൻ എക്സൈറ്റഡ് ആയതുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളുടെ കഴിവ് കാരണം ഒരു മീനെ പോലും നമുക്ക് കിട്ടി. പിന്നെ നിങ്ങളിങ്ങോട്ട് നോക്കി നോക്കിയാൽ 50 ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ എന്നൊക്കെ പറയാം. ഓരോ സൈഡിലേക്ക് മാറും തോറും പല ടൈപ്പിലുള്ള ബ്ലൂ ആണ്. ശരിക്കും പറഞ്ഞാൽ ബ്ലൂ കൊണ്ടൊരു മഴവില്ല് വരച്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതോ അതിലും അത് കേട്ടില്ലേ, ഞങ്ങൾക്ക് ഏകദേശം ഭ്രാന്തായ മട്ടായിരുന്നു. അതന്നെ സത്യം പറഞ്ഞത് എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചയാണ്. ആ നീല കളർ കണ്ടിട്ടേക്ക് മടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. ബൈ ദി വേ ഗൈസ്, ഈ ബ്ലൂ നോക്ക്, അപ്പുറത്തെ ബ്ലൂ നോക്ക്. വീണ്ടും പ്ലാൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോയിട്ട് തിന്നകര, പിന്നെ സാൻഡ് ബാങ്ക്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യും. പിന്നെ സ്നോർക്ലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് സ്ഥലത്ത് ഒരു ഷിപ്പ്രൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ അവിടെ പോയിട്ട് സ്നോർക്ലിംഗ്. അപ്പോൾ ഈ കാഴ്ചകളും കടലിലെ ഈ ഇതിലും ബ്യൂട്ടിഫുള്ളായ കാഴ്ചകളൊക്കെ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.